നമുക്ക് ഈ ബ്ലൂ കാജൽ ലുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റുഡിയോയുടെ ബ്ലൂ കാജലാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതുകൊണ്ടൊന്ന് എഴുതി നോക്കാം. അയ്യോ, ഒടിഞ്ഞു പോയിട്ടോ. സാരില്ല, നമുക്ക് വീണ്ടും എടുക്കാം. ഇതുണ്ടോ, ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, നല്ല തിക്കാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യമേ ലൈറ്റായിട്ട് ഞാൻ എഴുതുക കേട്ടോ. ആദ്യമേ കളറ് നമുക്ക് ഫീൽ ചെയ്യില്ല കളർ ഉണ്ടെന്ന്, പക്ഷെ ആക്ച്വലി നമ്മൾ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് ആ ബ്ലൂ കളർ എടുത്ത് കാണാൻ പറ്റും. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഡാർക്കായിട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എഴുതിക്കണ്ടോ, ഇപ്പോൾ കുറച്ച് വിസിബിൾ ആയിട്ടില്ലേ. ഇനി നമുക്ക് മറ്റേ ഐയിൽ കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇപ്പം മറ്റേ ഐയിലും നമ്മൾ നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ അറ്റത്തും ടിപ്പിലൊക്കെ നന്നായിട്ട് എഴുതി കണ്ടോ. ഇനി ഇതിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്യാൻ പോവാണ്. സാധാരണ ഐലൈനറിലെ ഡാസ്ലറിൻ്റെ അതാട്ടോ. നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നമുക്ക് എഴുതി നോക്കാം. അപ്പം എൻ്റെ ടിപ്പിൽ നിന്ന് തന്നെ നന്നായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ബ്ലൂ കാജലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഐലൈനറും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഭംഗി കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാവരും സാധാരണ രീതിയിൽ എഴുതുന്ന പോലത്തെ തന്നെ രീതിയാണ്, ഇതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് കണ്ടോ. നമ്മൾ തിക്കായിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ ഐ ഒന്ന് എൻഹാൻസ് ആയില്ലേ. പിന്നെ ഇത് ഇങ്ങനെയൊന്നും തലയിലൊന്നും തേക്കരുത് കേട്ടോ. ഞാൻ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ചെയ്തു പോയതാണ്. അങ്ങനെ യൂസ് ചെയ്ത ഐലൈനർ ഒരിക്കലും നമ്മുടെ ഹെയറിലൊന്നും സ്പ്രെഡ് ആവരുത്. പിന്നെ മറ്റേ ഐയിൽ ഇതുപോലെ തന്നെ അങ്ങ് എഴുതി കൊടുക്കണം, കുറച്ച് തിക്കായിട്ട്. എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ കണ്ണാണ്, പക്ഷെ ആ കണ്ണ് എഴുതിയപ്പോൾ തന്നെ കുറച്ച് വലുതായ പോലെ തോന്നണില്ലേ. ഇനി നമുക്ക് മേൽവശത്തുകൂടി ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മസ്കാര കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ ഐലൈനർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ വരുന്നെങ്കിൽ തൂത്ത് കൊടുക്കുക. പിന്നെ മൊബൈലിൽ ഇങ്ങനെ നമ്മൾ നോക്കി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. തുടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ മറ്റേ ഐ കൂടി നമുക്കൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റേ ഐയും നമ്മൾ നന്നായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ആ കൈയും അതുപോലെ തന്നെ എഴുതി കൊടുത്തു കണ്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.